ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ട്രിപ്പ് ടു മൈ ഗാർഡൻ. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമുക്കറിയാം ബൊഗൈൻവില്ലയുടെ സീസൺ തുടങ്ങാറായിരിക്കുകയാണ്. ഏകദേശം ഡിസംബർ ടു മെയ് വരെ നമുക്കിനി ബൊഗൈൻവില്ലയുടെ പൂക്കാലമാണ്. ഈ ബൊഗൈൻവില്ല സീസണിലേക്കായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള ബൊഗൈൻവില്ല പ്ലാന്റ്സിനെ നമുക്ക് പല വെറൈറ്റി പ്ലാന്റ്സ് കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് മൾട്ടി കളർ ബൊഗൈൻവില്ലകളാക്കി മാറ്റിയെടുക്കാൻ കഴിയും. ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഒരു പ്ലാന്റിൽ തന്നെ വിരിയുകയാണെന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും അല്ലേ? ഇത് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തി ചെറിയ ജോലികളും ചെയ്തു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതെന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇത് എൻ്റെ കൈവശമുള്ള ഒരു പൂനെ ലാവൻഡർ വെറൈറ്റിയുടെ ഒരു ചെറിയ ട്രീ ടൈപ്പിലുള്ള ഒരു പ്ലാന്റാണ്. നോർമൽ വൈറ്റ് വെറൈറ്റിയിൽപ്പെട്ട ഇതേ സൈസിലുള്ള ഒരു 4-5 പോട്ടഡ് പ്ലാന്റ്സ് എൻ്റെ ഗാർഡനിലുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആ പോട്ടഡ് പ്ലാന്റ്സിൽ നമുക്ക് എങ്ങനെ മറ്റ് കളറുകളിൽ ഉള്ള ബൊഗൈൻവില്ലകളുടെ പീസുകൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് അതിനെ ഒരു മൾട്ടി കളർ ബൊഗൈൻവില്ലകളാക്കി മാറ്റിയെടുക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആവും. നിങ്ങൾ വീഡിയോ അവസാന ഭാഗം വരെ കാണുക. എന്നിട്ട് നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടെ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ മൾട്ടി കളർ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കളർ പ്ലാന്റുകളാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ പ്ലാന്റിൻ്റെ സാമാന്യം മെച്ചുറായ സ്റ്റെം നോക്കി കട്ട് ചെയ്തെടുക്കുക. ഇതിനെയാണ് നമ്മൾ സയൺ എന്ന് പറയുന്നത്. സയണിൻ്റെ ഒരു എൻഡിൽ നമ്മൾ നല്ല സ്റ്റെറിലൈസ് ചെയ്ത നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ഇതുപോലെ വി ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഏത് പ്ലാന്റിൻ്റെ ഏത് ബ്രാഞ്ചിലാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രാഞ്ച് നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് വെച്ച് മുറിച്ചെടുത്ത ശേഷം ആ ബ്രാഞ്ചിൻ്റെ സെൻറ്ററിൽ ഒരു സ്പ്ലിറ്റ് കൊടുത്ത ശേഷം സയൺ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് എയർ ടൈറ്റായിട്ട് നല്ലതുപോലെ കെട്ടി വെക്കണം. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, സയണിൻ്റെ പോർഷനും റൂട്ട് സ്റ്റോക്കിൻ്റെ സ്റ്റെമ്മിൻ്റെ പോർഷനും ഒരേ ലെവലിലായിരിക്കണം. ഒരു സൈഡിലെങ്കിലും അത് മസ്റ്റായിട്ട് അങ്ങനെ വരണം. നമ്മൾ സെലക്ട് ചെയ്യുന്ന സയൺ ചിലപ്പോൾ ചെറിയ വെറൈറ്റി പ്ലാന്റിൻ്റെ ആണെങ്കിൽ ചെറിയ സ്റ്റെം ആയിരിക്കും. അപ്പോൾ ആ ചെറിയ സ്റ്റെം ആ സയൺ നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ വയ്ക്കുമ്പോൾ അവിടെ വലിയ പ്ലാന്റിൻ്റെ സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡ് മാത്രമേ ഒരേ ലെവലിൽ നമുക്ക് വെച്ചിട്ട് കെട്ടാനായിട്ട് പറ്റുള്ളൂ. മറ്റേ എൻഡ് ഒരേപോലെ വരില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു സൈഡെങ്കിലും നല്ല ഒരേ ലെവലിൽ വരുന്ന രീതിക്ക് വെച്ചിട്ട് വേണം നിങ്ങളത് കെട്ടിയെടുക്കാനായിട്ട്. ഇങ്ങനെ റൂട്ട് സ്റ്റോക്കിൽ സയൺ ഇറക്കി വെച്ച് ഒരു സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ നല്ലതുപോലെ വെച്ച ശേഷം നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ റൗണ്ട് ചെയ്ത് ചുറ്റി എയർ ടൈറ്റായിട്ട് ചുറ്റിയെടുത്ത് കെട്ടി വെക്കണം. എങ്കിൽ മാത്രമേ അത് ചേർന്ന് വരികയും ഗ്രാഫ്റ്റ് പൊടിച്ച് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ കെട്ടിയ ശേഷം നിങ്ങൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഓരോ ഭാഗവും ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് നിങ്ങൾ മൂടി വയ്ക്കണം. പ്ലാസ്റ്റിക് കവർ അതിന് വാങ്ങിക്കാൻ കിട്ടും, നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഗ്രാഫ്റ്റിംഗ് ടേപ്പും കിട്ടും, പ്ലാസ്റ്റിക് കവറുകളും കിട്ടും. അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ കെട്ടിയതിന് ശേഷം നിങ്ങൾ ഈ പ്ലാന്റിനെ ഒരു 1-1.5 ആഴ്ചക്കാലം നിങ്ങൾക്ക് തണലത്ത് വയ്ക്കാം. വെയിലത്ത് വെച്ചിരുന്നാൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ കവർ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ആ ഗ്രാഫ്റ്റ് പൊടിച്ച് കിട്ടുകയുള്ളൂ. പിന്നെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ആ പ്ലാന്റിനെ നമ്മൾ ഇടയ്ക്കൊക്കെ നനച്ചു കൊടുക്കുക. ദിവസം ഒരു നേരമെങ്കിലും നനച്ചു കൊടുത്താൽ മതിയാവും. രാവിലെ ഒരു നേരം നനച്ചു കൊടുക്കേണ്ടതാണ്. 1 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല കിളിർപ്പുകൾ വരുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഗ്രാഫ്റ്റ് സക്സസ്ഫുള്ളായി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കിളിർത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ കവറിങ് എടുത്ത് മാറ്റി കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴേ അത് നല്ലതുപോലെ കിളിർത്ത് പൊടിച്ച് വളർന്നു വരുവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് കവറും കൂടെ മാറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കവറിട്ട് നിർത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. അങ്ങനെ ആകുമ്പോഴാണ് ആ ചെടികളുടെ കിളിർപ്പുകൾ പെട്ടെന്ന് വളർന്നു വരികയുള്ളൂ.
ഈ ക്ലിപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ റൂട്ട് സ്റ്റോക്കിൽ എങ്ങനെയാണ് സയൺ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു സൈഡ് നല്ലതുപോലെ ചേർന്ന് വരണം. അങ്ങനെയാണ് നമ്മളത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് നല്ലതുപോലെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ചുറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല അമർത്തി തന്നെ ചുറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, എങ്കിലേ ആ ഗ്രാഫ്റ്റ് പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അക്കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഇത് പല പല കളറുകളാണ് ഞാനിപ്പോൾ ഓരോന്നിലായിട്ട് ചെയ്ത് വെക്കുന്നത്. ഗ്രാഫ്റ്റിങ്ങിനായുള്ള സയണുകൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല വെറൈറ്റികൾ നോക്കി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കവർ, പ്ലാസ്റ്റിക് കവർ കൊണ്ട് അതിനെ ഇൻസേർട്ട് ചെയ്ത് വെച്ച ശേഷം മൂടി വെച്ച ശേഷം നല്ലതുപോലെ റബ്ബർ ബാൻഡ് കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കവറുകൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കവറുകളും ഗ്രാഫ്റ്റിംഗ് ടേപ്പും ഒക്കെ വാങ്ങണം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത പ്ലാസ്റ്റിക് കവറുകളും ഉണ്ടെങ്കിലും നമുക്കിതുപോലെ മുറിച്ചെടുത്ത് അതിനെ കെട്ടി റെഡിയാക്കിയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഈ സാധനങ്ങളൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ പർപ്പസിനുള്ള പ്രോഡക്റ്റ്സ് ആണ്. അതുകൊണ്ട് നമുക്കത് എളുപ്പത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. ഈ പ്രോഡക്റ്റിന് അധികം വിലയില്ല, നിങ്ങൾക്ക് വേണമെങ്കിലും വാങ്ങി യൂസ് ചെയ്യാം. ഈ ക്ലിപ്പ് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സയൺ റൂട്ട് സ്റ്റോക്കിൽ ക്ലിയറായിട്ട് വെച്ച് ഒരു സൈഡ് ക്ലിയറായിട്ട് വരുന്ന രീതിക്ക് വെച്ച ശേഷം നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് നല്ല എയർ ടൈറ്റായിട്ട് ഇറുക്കി കെട്ടിക്കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആവും. എന്നിട്ട് ഞാനീ പറഞ്ഞതുപോലെ അതിനെ നല്ലപോലെ കെട്ടിയിട്ട് ഒരു കവർ ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് വേണം പ്ലാസ്റ്റിക് ബാൻഡ് കൊണ്ട്, റബ്ബർ ബാൻഡ് കൊണ്ടൊന്ന് ടൈറ്റൻ ചെയ്ത് കൊടുത്ത ശേഷം വേണം നമ്മൾ വയ്ക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്രാഫ്റ്റ് പിടിച്ചില്ല എന്നിരിക്കും. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന്. കാരണം ആദ്യത്തെ ക്ലിപ്പിൽ അത് ക്ലിയർ ആയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നത്. ഇത് മെയിൻ സ്റ്റെമ്മിലാണ് ഞാൻ ഈ കാണിക്കുന്നത് ചെയ്തിട്ടുള്ളത്. അതായത് ഒന്ന് സൈഡ് ചരിച്ച് വെട്ടിയ ശേഷം ആണ് സയൺ വി ഷേപ്പിൽ വെട്ടിയിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. പല വെറൈറ്റിയിലുള്ള ബൊഗൈൻവില്ല കട്ടിങ്സ് എടുത്ത് ഞാൻ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡാണ് എനിക്കിത് ഗ്രാഫ്റ്റ് ചെയ്ത് തന്നത്. പിന്നെ അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിൻ്റെ ക്ലിപ്സ് കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലിപ്പ് ഒന്ന് നോക്കൂ, ഈ പ്ലാന്റ് കണ്ടില്ലേ, അത് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഗ്രാഫ്റ്റ് പൊടിച്ച് സക്സസ് ആയി വന്നിട്ടുള്ളതാണ്. ഈ പ്ലാന്റ് ഒന്ന് നോക്കൂ, ഇതും ഗ്രാഫ്റ്റിൽ നിന്ന് പൊടിച്ചു വന്നതാണ്. അതായത് ആ ഗ്രാഫ്റ്റും സക്സസ് ആയി എന്നുള്ളതാണ്. അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത ഒട്ടുമിക്ക പ്ലാന്റ്സും കിളിർത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതും കിളിർത്ത് വന്നിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഇതും കിളിർപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാ പ്ലാന്റ്സും കിളിർത്ത് സക്സസ് ആയി എന്ന് തന്നെ പറയണം. ഗ്രാഫ്റ്റിംഗ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇനി അപൂർവം ചിലത് മാത്രമേ സക്സസ് ആകാതെ പോയിട്ടുള്ളൂ. മിക്കവാറും ഉള്ളതെല്ലാം കിളിർത്ത് നല്ല പ്ലാന്റുകളായിട്ട് വന്നിട്ടുണ്ട്. ഇതും ഗ്രാഫ്റ്റ് കിളിർത്തതാണ്. പിന്നെ മെയിൻ സ്റ്റെമ്മിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്തതും കിളിർത്ത് വരുന്നുണ്ട്. അതിൻ്റെ കിളിർപ്പാണ് കണ്ടത്. അപ്പോൾ ഏകദേശം എൻ്റെ ഗ്രാഫ്റ്റിംഗ് പ്രോസസ്സ് എല്ലാം സക്സസ്ഫുൾ ആയിട്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പ്ലാന്റിൽ ഞാൻ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒത്തിരി പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത് പല വെറൈറ്റികളും ഗ്രാഫ്റ്റ് ചെയ്ത് കവറിട്ടിട്ട് കെട്ടി വെച്ചിട്ടുള്ളതാണ് കാണിച്ചത്. മിക്കവാറും ഒക്കെ സക്സസ് ആണ്. നെക്സ്റ്റ് ബൊഗൈൻവില്ലയുടെ ഒരു ഫ്ലവറിങ് സീസൺ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. ഈ ചെടികളൊക്കെ ഒന്ന് വളർന്നു വന്ന ശേഷം ഇത്തവണ പൂവിടുമോ എന്നറിയില്ല. എന്തായിരുന്നാലും അത് വളർന്നു വന്നു എന്നുള്ളത് തന്നെ വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ നമുക്കിങ്ങനെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് തന്നെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയും. നിങ്ങൾ ഈ വീഡിയോ ക്ലോസ് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് വീഡിയോയുടെ ബിഗിനിങ് തൊട്ട് അതിൻ്റെ എൻഡ് വരെ കണ്ട ശേഷം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൽ പറയുന്നുണ്ട്. അതെല്ലാം നോക്കിയിട്ട് നമുക്ക് മനോഹരമായൊരു പൂക്കാലത്തിനായിട്ട് കാത്തിരിക്കാം. ഇത്ര മനോഹരമായൊരു ബൊഗൈൻവില്ല പൂക്കാലം നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ചെടികളെ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു പൂക്കാലം നമുക്ക് നമ്മുടെ വീട്ടിൽ സൃഷ്ടിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കമൻസ് ഉണ്ടെങ്കിലും ചോദിക്കൂ, പറഞ്ഞു തരാം. ഗാർഡനിങ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ ആൻഡ് സീ യു.